ഹായ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബാങ്കിളാണ് കേട്ടോ. നമ്മൾ സ്പ്രിംഗ് ബാങ്കിൾ ബേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്പ്രിംഗ് ബാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്പ്രിംഗ് ആയിട്ട് കിട്ടുന്നതാണ്. അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് അല്ലാണ്ട് മുത്ത് കോർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അത് ഈസിയാണ്. അതിനെക്കാട്ട് കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ആ സ്പ്രിംഗ് ബാങ്കിളിൽ നിന്ന് 2 പീസ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. രണ്ടും ഏകദേശം സെയിം മെഷർമെൻറ്റ് നോക്കിയിട്ടാണ് എടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് കയർ വയർ അല്ലെങ്കിൽ നൈലോൺ ത്രെഡ് അല്ലെങ്കിൽ കോപ്പർ ത്രെഡ് എന്തെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് ഗോൾഡൻ അതേപോലെ തന്നെ വൈറ്റ് പേൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സൊക്കെ യൂസ് ചെയ്യട്ടെ ഇതിൽ. ഞാൻ ഫസ്റ്റ് ഈ ഒരു കയർ വയറിലേക്ക് നമുക്ക് കുറച്ച് മുത്ത് കോർത്ത് കൊടുക്കണം. ഏകദേശം ഞാൻ ഇതിലൊരു 11 മുത്താണ് കോർക്കുന്നത്. അതായത് 10 ഒരു ഭാഗത്തും 10 ഒരു ഭാഗത്തും പിന്നെ സെൻറ്ററിൽ ഒന്നായിട്ട് വരും. ഇത് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ കൊടുക്കുന്നത് 2 ഗോൾഡൻ ബീഡ്സും കൂടെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ് കൊടുക്കുക. ഈ സെയിം ബീഡ്സ് ആണെങ്കിലും വൈറ്റ് ബീഡ്സ് ആണെങ്കിലും കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഗോൾഡൻ കളറിലതാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ 2 ഗോൾഡൻ്റെ ഇത് പിടിച്ചിട്ട് നമുക്ക് സാധാരണ നമ്മൾ ചെയ്യില്ലല്ലോ, ഓപ്പോസിറ്റായിട്ട് മറ്റേ കയർ വയറിടുന്ന ആ ഒരു മെത്തേഡ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ വലിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പൊന്നും നമുക്ക് കിട്ടിയൊന്നും വരുന്നില്ല കേട്ടോ. അതിൻ്റെ ഇങ്ങനെ കിട്ടിയത് നമ്മൾ എന്ത് ചെയ്യണം, ഷേപ്പ് ചെയ്ത് എടുക്കണം. അതായത് ഒരു ഭാഗത്ത് 5ഉം ഒരു ഭാഗത്ത് 5ഉം നടുവിലൊന്നായിട്ട് ഒരു ഷേപ്പാക്കിയിട്ട് കൊണ്ടുവരിക. ഇനി നമുക്ക് ഇതിൽ ഓരോ കയർ വയറിലും 5 വീതം ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്ത് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ വീണ്ടും 2 ഗോൾഡൻ ബീഡ്സ് ഇട്ടിട്ട് ഓപ്പോസിറ്റായിട്ട് വലിച്ചെടുക്കാം. നമുക്ക് ഇത് ഡിസൈൻ മാറ്റിയിട്ടൊക്കെ ചെയ്യട്ടോ. നമ്മൾ നെക്ലേസ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഡിസൈനിലായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കണം. അതായത് ആ ഒരു ബാങ്കിളിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ബാങ്കിൾ കവർ ചെയ്യുന്നുണ്ട്. കുറച്ചൊരു ഭാഗം മാത്രമേ മാറ്റുള്ളൂ. അവസാനം കുറച്ച് ബീഡ്സിൻ്റെ ഒരു കുറവേ ഉള്ളൂ. അവിടെ ഞാൻ ചെയ്യുന്നത് ഒരു ഭാഗത്ത്, അതായത് ഒരു കയർ വയറിൽ 11 ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ഇങ്ങനെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. എന്നിട്ട് ആ ഒരു ഭാഗം ഈ ഒരു ബാക്കിലേക്ക് ഒരു താഴോട്ടേക്ക് ഒന്ന് കെട്ടി കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ബാക്കി വരുന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബാങ്കിളിൻ്റെ സെയിം ആയിട്ടുള്ള മെഷറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു മുത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളുടെ ഈ ഒരു ബാങ്കിൾ, ഈ ഒരു റിങ് എന്ത് ചെയ്യണം, കോർത്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇത് വലിയ മുത്തെടുക്കുകയാണെങ്കിൽ വലിയ റിസ്ക് ഉണ്ടാവില്ല. പക്ഷെ ചെറിയ മുത്തെടുക്കുന്ന സമയത്ത് കുറച്ചൊരു റിസ്ക് ഉണ്ടാവും കേട്ടോ. ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഫസ്റ്റിലുള്ള ആ ഒരു സെൻറ്ററിൽ വരുന്ന ആ മുത്തിലേക്ക് കോർത്തില്ല കേട്ടോ. ഞാനിതാ ഈ ഒരു ഗോൾഡൻ ബീഡ്സ് വരുന്ന അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ ഞാനൊരു ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്. ചെറിയൊരു ഭാഗമായിട്ട് അതിൻ്റെ ആ ഒരു കമ്പി കാണാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അത് ചെയ്യണം നിർബന്ധമില്ല കേട്ടോ. ഇങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു കോർത്ത് വെച്ച മുത്തുകൾ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റിങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം മൊത്തം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഭാഗം മാത്രം പുറത്ത് കാണുന്നുണ്ട്. അത് നമുക്ക് അവസാനം ഒന്ന് വെട്ടി ഇതാക്കാം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ഭാഗം അതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ബാങ്കിളിൻ്റെ ഷേപ്പിൽ, അത് റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇനി ഇതിൻ്റെ അറ്റത്തുള്ള ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കട്ട് വെച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക, ചെറുതായിട്ടൊന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് അവിടെ ഒട്ടി നിന്നോളും.
അല്ലെങ്കിൽ തന്നെ അത് പോരൊന്നുമില്ല. പക്ഷേ ഒരു ഗം അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും കൂടെ സെക്യൂറായിട്ട് അങ്ങ് നിന്നോളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് കോൺഫിഡൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ ആയിരിക്കും കാണാനുണ്ടാവുക, പക്ഷേ കുറച്ചൊരു എക്സ്പെൻസീവ് ആയിരിക്കും. ഇതിനായിട്ട് സിമ്പിളായിരിക്കും കേട്ടോ ചെയ്യാൻ. അതിന് 4 ഹോൾസിൻ്റെതും 2 ഹോൾസിൻ്റെതൊക്കെ വരുന്നുണ്ട്. ഇതിനെക്കാട്ടും സിമ്പിളായിരിക്കും. ഓക്കെ.